ഹായ് ഗായ്സ്, അങ്ങനെ ഞാനും വാങ്ങിയൊരു ബൈക്ക്, ഇലക്ട്രിക് ബൈക്കെന്ന് പറഞ്ഞ് ഞെട്ടണ്ട. ബൈക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൈക്കിള്, അതാണ് ബൈക്ക്. സോ ഇലക്ട്രിക് സൈക്കിൾ ഞാൻ മേടിച്ചു. ഫിഡോയുടെ C11 എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് മേടിച്ചത്. അവരുടെ വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അവരെനിക്കിങ്ങനെ കൊറിയർ ചെയ്ത് തരിക കൊറിയർ ചെയ്ത് തന്നപ്പോൾ അതേ ഇങ്ങനെ പല പാർട്സായിട്ട് അവർ ഒരു പെട്ടിക്കകത്താക്കിയായിരുന്നു അയച്ചു തന്നിരുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അവരൊരു QR കോഡ് ഉണ്ടായിരുന്നു. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു വീഡിയോ നോക്കി ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെയായിരുന്നു. കുറേ ടൂൾ ബോക്സും തന്നിട്ടുണ്ടായിരുന്നു. ഈ ടൂൾസൊക്കെ ഉപയോഗിച്ചാണ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പം ഒരു ടയർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടയർ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം, പിന്നെ മഡ് ഗാർഡ്, ബ്രേക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ ആ വീഡിയോ നോക്കിയാണ് ഇതിങ്ങനെ ചെയ്ത് ഏതെങ്കിലും സംഭവം എടുക്കുക. ശരിക്കും നട്ടും ബോൾട്ടും പോലും എങ്ങനെ ഇടേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക്. അതിൻ്റെ പോരായ്മയാണ് ഇതൊക്കെ. ഇതിൽ ഏതൊരു കുന്ത്രാണ്ട് അടി അവർ പറയുന്നത് പുറത്തുണ്ടോ? എനിക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ട് നീ എടുത്താൽ മതി. ടയർ ഫിറ്റ് ചെയ്യാനുള്ള തത്രപ്പാടിലായിരുന്നു ആദ്യം. പിന്നെ അതല്ല ഞാൻ പറഞ്ഞത് റിമൂവ് ചെയ്ത് കളയാൻ. ഇതെല്ലാം റിമൂവ് ചെയ്യുമോ? ഇങ്ങനെ കറങ്ങത്തേ ഉള്ളൂ, ഇത് റിമൂവ് ആകത്തൊന്നുമില്ല. എടി ഇതിന്റെ ഇടയ്ക്കോട്ട് കയറ്റണം ആ സാധനം. ഇടയ്ക്കത്ത് ഇങ്ങനെ കയറും. അതാണ് ഞാൻ പറഞ്ഞത്, സൈക്കിള് താത്തി വെച്ചിട്ട് അതിനകത്ത് ഇത് കാണാൻ ഇങ്ങോട്ട് കളയുന്നതാണോ? അതിപ്പം കാണാൻ ഇങ്ങോട്ട് ഇത് വേണ്ട, അത് വേണ്ട. അപ്പുറത്തെ ടയറിൽ അതുണ്ടോ? അപ്പുറത്തെ ടയർ അതില്ല, ഇങ്ങോട്ട് അവിടെ അതങ്ങ് വെക്കാം. അങ്ങനെ ടയർ ഈ കാണുന്ന ആ ഒരു ഹോളിൻ്റെ അകത്തോട്ട് കയറ്റി അത് വെച്ചിട്ട് സ്ക്രൂ ഇട്ട് മുറുക്കണം. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണോ കയറ്റേണ്ടത് അതോ ഇങ്ങനെയാണോ കയറ്റേണ്ടത്? അയ്യോ, അത് ഒരു മിനിറ്റ്, അതിനെ എടുത്തേ. എടുത്തോ? ഇത് രണ്ടും കയറ്റി അതെവിടെ കയറ്റേണ്ടത്? ഇങ്ങനെയാണോ കയറ്റേണ്ടത് അതോ ഇങ്ങനെയാണോ കയറ്റേണ്ടത്? അയ്യോ, അത് ഒരു മിനിറ്റ്, അതിനെ എടുത്തേ. ഇത് ഒരിക്കടി എന്ത് പോയിക്കോന്ന് ഞാൻ കഷ്ടപ്പെട്ട് ഊരാനാ. അപ്പുറത്തെയാ, ഇതെവിടുത്തെ തന്നെ? ഏത്? ഇതെവിടുത്തെ തന്നെ? കണ്ടോ സാധനം? കണ്ടോ? രണ്ടെണ്ണുണ്ട്, എനിക്കറിയത്തില്ല. വേണ്ട വേണ്ട, തിരിച്ചു വെച്ചാൽ മതി. ഇത് തിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് തിരിക്കാൻ പറ്റത്തില്ല, ഇത് ഊരാ. എന്നാ ഊരി വരുന്നുണ്ട് ഗൈസ്. ടൈറ്റ് ആവാത്ത സാധനം ഇച്ചിരി ടൈറ്റ് ആക്കാം. അങ്ങനെ ടയറും മഡ് ഗാർഡും കഷ്ടപ്പെട്ട് ഫിറ്റ് ചെയ്തു. മഡ് ഗാർഡും കണക്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ലൈറ്റും ബാക്കിയുള്ള സ്ക്രൂ അതൊക്കെ മുറുക്കാനായിട്ട് പോകുമായിരുന്നു. ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഞങ്ങൾക്ക് ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. ഞാൻ പിടിച്ചോട്ടോടി, ഒന്ന് നേരെ പിടിച്ചേ. ഇതൊന്നും കേറത്തില്ലേ? ഇതിനെ ഊരിക്കളഞ്ഞാൽ. ആദ്യം പെഡൽ പിടിപ്പിച്ചു, പിന്നെ ടയർ പിടിപ്പിച്ചു, മഡ് ഗാർഡ് പിടിപ്പിച്ചു, അതിൻ്റെ കണക്ഷൻ പിടിപ്പിച്ചു, പിന്നെ ലൈറ്റ് പിടിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെഡൽ പിടിപ്പിക്കുമായിരുന്നത്. പെഡൽ പിടിപ്പിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരുന്നു, പക്ഷെ അതിന് ഞങ്ങൾ സമയം കൊടുത്തു. അതാണ് പ്രശ്നം. ഇല്ല, എനിക്കിപ്പോ തന്നെ പറപ്പിക്കണം. താത്തു വെച്ചേടി, താത്തു വയ്ക്കുക. അത് ഇത് പിടിച്ചോ.
പ്രസ് ചെയ്തോ. അപ്പോൾ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. ഇതാണ് ഫസ്റ്റ് റൈഡ്. അപ്പോൾ താങ്ക് യു എവരി വൺ ടു വാച്ചിങ് മൈ വീഡിയോ. ഇതാണ് സൈക്കിളിൻ്റെ ഫുൾ ഇമേജ്. അപ്പോൾ കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.